യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഇപ്പൊ മാഡത്തിന് എന്താ വേണ്ട അത് പറ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇവിടെ കാശൊന്നും എനിക്കൊരു വിഷയമേ അല്ല. ഇപ്പൊ ഭാവന ഡോക്ടറുടെ കൺമുന്നിലാ ഉള്ളത്. ഇത് ഡോക്ടർക്ക് കിട്ടിയ ഒരു സുവർണ അവസര. ഇപ്പൊ ഡോക്ടർ വിചാരിച്ചാ എന്തും നടക്കും. മാഡം ഉദ്ദേശിക്കുന്നത് എന്താ? ഭാവനയെ കൊല്ലണം എന്നാണോ? അതെ. ഒരിക്കൽ കൈവിട്ടു പോയ അവസരം വീണ്ടും കൺമുന്നിൽ തന്നെ വന്നല്ലോ. ഇനി എന്തിനു പേടിക്കണം? അവളെ എന്നേക്കുമായി ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞയക്കണം. കൊള്ളാം മാഡം. ഇപ്പൊ ലോകമണ്ടത്തരം പറഞ്ഞത് ഞാനല്ല, മാഡം തന്നെ. ഇത് പഴയ കാലമൊന്നും അല്ല മാഡം. അതുകൊണ്ട് ബുദ്ധിപൂർവ്വം വേണം നീങ്ങാൻ. ഭാവനയെ കൊല്ലുന്നതൊക്കെ നിസ്സാരം പോലെ ചെയ്യാൻ എനിക്ക് പറ്റും. പക്ഷേ അതിനുശേഷം വരുന്ന അന്വേഷണങ്ങൾക്ക് ഞാൻ തന്നെ സമാധാനം പറയേണ്ടി വന്ന് എന്ത് ചെയ്യും? ഞാനും ഭാവനയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ മാനേജ്മെന്റിന് നന്നായിട്ട് അറിയാം. അപ്പൊ പിന്നെ ഭാവനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച പല വിരലുകളും എനിക്ക് നേരെ ചൂണ്ടും. അതിൽ പ്രധാനപ്പെട്ടത് മാഡത്തിന്റെ മകന്റെ വിരല് തന്നെയായിരിക്കും. അസ്വാഭാവിക മരണത്തിന് സംശയത്തിന്റെ പേരിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത എന്റെ എല്ലാ പ്ലാനും പൊളിയും. അതോടെ ഞാൻ അകത്തും പോവും. എന്നാ പിന്നെ എന്താ വേണ്ടെന്ന് ഡോക്ടർ തന്നെ ഒരു വഴി പറഞ്ഞതാ. ഒരു വഴിയുണ്ട്, പക്ഷേ ചെലവ് കൂടും. അതെനിക്കറിയാം. ഡോക്ടർ കാശിന്റെ ആളാണെന്ന്. അതെ മാഡം, കാശ് തന്നെ എന്റെ ലക്ഷ്യം. അതെത്രയാണെന്ന് പറഞ്ഞാൽ മാത്രം മതി. പക്ഷേ ഭാവനയെ ഡോക്ടർ എന്താ ചെയ്യാൻ പോകുന്നെന്ന് എനിക്കറിയണം. അതിനെന്താ, പറയാലോ. വളരെ സിമ്പിളാ മാഡം. ഭാവന ഇവിടുന്ന് വീട്ടിലേക്ക് പോകുന്നത് നടന്നിട്ടാവില്ല, കിടന്നിട്ടായിരിക്കും. മനസ്സിലായില്ല? പറയാം. ഇനിയുള്ള കാലം ഒരു ജീവച്ഛവമായി ബെഡിൽ കഴിയാനുള്ള അവസ്ഥയിലായിരിക്കും ഭാവന വീട്ടിലേക്ക് പോകുന്നത്. അല്ല, ഒന്ന് വ്യക്തമായിട്ട് പറയാമോ ഡോക്ടർ? ഭാവനയ്ക്ക് ഇനി പരസഹായം ഇല്ലാതെ ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്തു കുടിക്കാൻ പറ്റാത്ത വിധം ഒരു ജീവനുള്ള പ്രതിമ കണക്കേ ഞാനാക്കും. അതാവുമ്പോ ഒരാളും എന്നെ സംശയിക്കില്ല. അതിനുള്ള ചെപ്പടി വിദ്യയൊക്കെ എനിക്ക് അറിയാം മാഡം. അല്ല, ഈ പറയുന്ന പോലെയൊക്കെ നടക്കൂ ഡോക്ടർ? നടക്കും. അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. മാഡം ധൈര്യമായിട്ടിരിക്കണം. എത്ര വലിയ പ്രണയമായാലും ചത്തതുപോലെ ജീവിക്കുന്ന ഒരുത്തിയെ ചുമക്കാൻ ഒരാളും തയ്യാറാവില്ല. മതി ഡോക്ടറെ, എനിക്ക് ഇത്രയും മതി. ഇനി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ വിചാരിച്ചതിനേക്കാളും ബുദ്ധി ഡോക്ടർക്ക് ഉണ്ടല്ലേ? ഇവിടെ ബുദ്ധി മാത്രം പോരാ മാഡം, ധൈര്യം കൂടി വേണം. ഏതായാലും MD-യുടെ കൂടി ചുമതല എനിക്ക് ഉള്ളതുകൊണ്ട് ആ ഭാഗം സേഫാ മാഡം. മാഡം അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇട്ടോ? ഓക്കെ ഡോക്ടർ, സംഗതി നടന്ന ശ്രീറാം പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ ഞാൻ തരും. ഓക്കെ മാഡം. ഓക്കെ. പെണ്ണേ പെണ്ണേ കണ്ണിൻ മണിയേ മുന്നേറു നീ. നിൻ മുന്നിൽ കാണും മതിലുകളെല്ലാം വെണ്ണീടുക. ഇനി യാനവീഥി നീളേ പുതുദീപനാളമേറ്റ്
ഇനി തുഴയു നിന്റെ ചെറുതോണിക്കരയിലെത്താൻ പുതുവാനിൽ വിളയാട് നീ തങ്കത്താരകെ. പെണ്ണേ പെണ്ണേ കണ്ണിൻ മണിയേ മുന്നേറു നീ. നിൻ മുന്നിൽ കാണും മതിലുകളെല്ലാം വെണ്ണിടുക. മുളങ്കാടി നൊമ്പരമല്ലേ പുല്ലാങ്കുഴൽ നാദമൊഴുകൂ. സഹനതയുടെ സഫലതയല്ലേ മധുരിമയേകൂ. ഇടിമിന്നലടിക്കാൻ മാനം മടികൊണ്ടാൽ മഴ പെയ്യുമോ. സുഖദുഃഖമർത്യനു നിയതി വിധിയല്ല